ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതാ രാവിലെ തന്നെ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ്, ഈ ഒരു കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് അരി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് രാവിലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ വൈകുന്നേരം അരക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ചിട്ട് കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അരി ഒന്ന് ഊറ്റിയെടുക്കട്ടെ. നമ്മൾ അരി മെഷർ ചെയ്തെടുത്തത് ഈ ഒരു കപ്പിനാണല്ലോ. അപ്പോൾ നമ്മളിനി അതിലേക്കുള്ള വെള്ളവും ചോറും ഒക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിനാണ്. അപ്പം ഒരു ഗ്ലാസ് അരിയിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് അരി അരക്കാനും ശർക്കര ഉരുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര ഇവിടെ ഒരു കപ്പിന് 3-4 അച്ച് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 അച്ചോളം ശർക്കര ഞാനിവിടെ നമ്മളെടുത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറാണ് ആവശ്യമുള്ളത്. ഒരു ഗ്ലാസ് അരിയിലേക്ക് 1/2 ഗ്ലാസ് ചോറ് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ചോറ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും ചോറൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറും കൂടെ, നമ്മൾ എടുത്തു വെച്ച ചോറിൽ നിന്ന് കുറച്ച് ചോറും കൂടെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അരിയൊക്കെ ചാറിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള നീമിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം നീം ആന്റി ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ നല്ലൊരു ഔഷധമാണ്. ഇറ്റ്സ് സോപ്പ് ഫ്രീ ആൻഡ് പാരബൻ ഫ്രീ. പിന്നെ ഇറ്റ് കിൽസ് 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി പിമ്പിൾസ് ഒക്കെ ക്ലിയർ ആയി നല്ല ക്ലിയർ. ഇത് ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഫേസിൽ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാണ് വേണ്ടത്. ഹിമാലയ എന്നുള്ള ബ്രാൻഡ് നമുക്ക് പിന്നെ മക്കളൊക്കെ ചെറുതാവുമ്പോഴേ യൂസ് ചെയ്തിട്ട് പരിചയമുള്ള ഒരു ബ്രാൻഡാണല്ലോ. ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ജാറിലേക്ക് ചോറും അരിയും ഒക്കെ തന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം എല്ലാം തന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടെ തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൽത്തപ്പം ചുട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതാണ്.
ഇനി ഈ മാവിലേക്ക് കുറച്ച് സോഡപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതാ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി വറവിട്ടതും അതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതും കൂടെ ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇതാ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിലോ ഇല്ലെങ്കിൽ നെയ്യിലോ ഒക്കെ ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തേങ്ങാക്കൊത്താണ് വറവിട്ടെടുക്കുന്നത്. എന്നാൽ പിന്നെ ആ സെയിം ഓയിൽ തന്നെ നമുക്ക് സവാളയും വറുത്തെടുക്കാമല്ലോ. ഇതാ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതിന് ശേഷം ഇതപ്പോൾ സവാള വറുത്തെടുക്കുകയാണ്. ഇതാ സവാളയും മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചൂടോടുകൂടെ തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൽത്തപ്പം ചുട്ടു തുടങ്ങാം. ഞാനിതാ ഈ ഒരു ചെറിയ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ 3 കയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം ഞാൻ ചെറിയൊരു നമ്മൾ ഉള്ളിയൊക്കെ വറവിടാൻ എടുക്കണ ചെറിയൊരു പാനിലും കൂടെ ചുട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാനിതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം നല്ല സിമ്മിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കാരണം അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരണമല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരു പാനിലും ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടണം കേട്ടോ. സാധാരണ നമ്മൾ കൽത്തപ്പം അങ്ങനെ മറിച്ചിടാറില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ കുറച്ചധികം മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ നൈബേഴ്സിനും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുന്നുമുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, അപ്പം ഉള്ളവരൊക്കെ നടക്കാൻ വരും. അധികവും ഞാനും ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നത് ലാലിത്തയാണ്, ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടിലുള്ള. അപ്പം ഞാനും ലാലിത്തയാണ് അധികം ഇങ്ങനെ നടക്കാറ് കേട്ടോ. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഷെസിനും ഒക്കെ കൂടെ നൂഡിൽസും ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരതങ്ങനെ കഴിക്കുന്നുണ്ട്.
അപ്പോൾ ഒരു 2-3 കൽത്തപ്പത്തിനുള്ള മാവും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നിർത്തിയിട്ട്. അപ്പോൾ ഇത് അതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ അസ്കർക്കും ഒന്ന് വിശദമായിട്ട് ചായ കുടിക്കട്ടെ. നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കൽത്തപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. ടേസ്റ്റ് ഉണ്ടോ കുഞ്ഞി കൽത്തപ്പം? ഓർമ്മല്ല നൂഡിൽസ് അല്ലേ ഫസ്റ്റ് കഴിച്ചത്?